വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി. പല കേസും കൈകാര്യം ചെയ്തപ്പോൾ കണ്ട ഒരു കാര്യം ഞാൻ കുറേ ആലോചിച്ചു. പിന്നെ അതിന് ചില കാരണങ്ങൾ കണ്ടെത്തിയത്, എന്തിനാണ് മൊബൈൽ ഫോൺ കൊണ്ട് പുരുഷന്മാർ ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് പോകുന്നത്? കുളിക്കാനാണെങ്കിൽ കുളിച്ചിട്ട് വന്നാൽ പോരെ, ടോയ്ലറ്റിലേക്ക് പോകുന്നതാണെങ്കിൽ യൂറിനേറ്റ് ചെയ്യാനാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ പോരെ. അവിടെ മൊബൈൽ കൊണ്ടുപോകേണ്ട കാര്യം എന്താണ്? ഒരുപക്ഷെ ഒരു കാരണം മൊബൈൽ ഭാര്യ എടുക്കുമ്പോൾ എന്ന് പേടിച്ചെന്ന് രഹസ്യങ്ങൾ ചോരുമോ എന്ന് പേടിയാകാം. അതിന് സ്ക്രീനിൽ ലോക്ക് ഇട്ടാൽ മതിയാകും. ഇനി ലോക്കിടാൻ പേടിയുള്ള അവൾക്ക് അറിയുന്ന അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണെങ്കിൽ, പ്രത്യേകിച്ച് ചില കൗശലക്കാരികളായ ഭാര്യമാരുണ്ടാകും, അത്തരം കൗശലം ഉണ്ടാവുകയാണ് വേണ്ടത്. ഭർത്താവിൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനുള്ള കഴിവ് ദൈവം സ്ത്രീകൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പോൺ വീഡിയോസ് പരസ്യമായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ഈ പുരുഷന്മാർ പലരും, ഞാൻ പല കേസിലും പുരുഷന്മാരോട് സംസാരിച്ചപ്പോൾ അവരവസാനം സമ്മതിച്ചു, ഞങ്ങളിത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇത് കാണാൻ വേണ്ടി പോകുന്നു. ഭാര്യ ഉണ്ടാകും, മക്കളുണ്ടാകും, അല്ലെങ്കിൽ മാതാപിതാക്കൾ അപ്പുറത്തുണ്ടാകും. അതുകൊണ്ട് ഇവിടെ മാത്രമാണ് ഒരു അവസരം കിട്ടുന്നത് എന്ന രീതിയിൽ ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് ഇത് കാണുക. അല്ലെങ്കിൽ മറ്റൊരു സംഭവം കണ്ടെത്തിച്ചാൽ സ്റ്റഫ് ഉപയോഗിക്കുന്നവർ, ബാത്റൂമിൽ കുറേ സമയം ചിലവഴിച്ചിട്ട് സ്റ്റഫ് ഉപയോഗിക്കുന്ന, സിഗരറ്റ് വലിക്കുന്നവരുണ്ട്, മറ്റു ചില സാധനങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്, മയക്കുമരുന്നിൽപ്പെട്ട ചില അംശങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, പലതും ഉപയോഗിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത്, മൊബൈൽ കൊണ്ടുപോയിട്ട് ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് അത് കുറേ നേരം ഇരുന്നാലും കുഴപ്പമില്ല, അത് അപ്പോൾ പോലും തോണ്ടി ഒരു ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് പോലും, ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മൊബൈൽ ഫോൺ മാറ്റി വെക്കാൻ കഴിയാത്ത അത്രയും അഡിക്ഷൻ ഈ വിഷയത്തിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഇതതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട, പ്രത്യേക പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മക്കൾ കാണുന്നുണ്ട്. മക്കൾ ഒരുപക്ഷെ നമ്മുടെ മൊബൈൽ ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിച്ചേക്കാം. നമ്മുടെ ഇത്തരത്തിലുള്ള വളരെ മോശപ്പെട്ട സ്വഭാവം മക്കളൊക്കെ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയുള്ള പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ടോയ്ലറ്റിലേക്ക് മൊബൈൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അവിടെ നിന്ന് ടോയ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷനൊക്കെ സാധ്യതയുള്ള സ്ഥലമാണ്. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരേണ്ട സ്ഥലമാണ്. അവിടെ ഒരിക്കലും കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ തന്നെ പാടില്ല. അപ്പോൾ നമ്മുടെയൊക്കെ പരിചയത്തിൽ കുടുംബങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ വളരെ സ്നേഹത്തോടു കൂടെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് അവരെ കൊണ്ടുവരിക.